ഹായ് ഫ്രണ്ട്സ്, കൽക്കി ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ റെഡ്ഡി. ഒരു രക്ഷയില്ല, എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാ. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ അത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷേ വളരെ കൺവിൻസ്ഡ് ആയി എന്ന് പറയാലോ. അത്രയ്ക്കും നല്ലൊരു രീതിക്ക് തന്നെ ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻ ദ സെൻസ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ പാർട്ടായിട്ടുള്ള മഹാഭാരതം എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ഫ്യൂച്ചർ ലൈഫ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് എല്ലാം പോയിരിക്കുന്നത്. ആരെയും കുറ്റം പറയാനില്ല. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതാഭ് ബച്ചന്റെ യങ്ങർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതൊരു ആനിമേഷൻ പോലെയാണ് ചെയ്തേക്കുന്നത്. വിഷ്വൽ എഫക്ട്സ് അല്ല, ആനിമേഷൻ ആയിട്ടാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ അപ്പൊ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഇത്തിരി കൂടി ഹ്യൂമൻലി ഒരു അനിമേറ്റ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക്. ആ ഒരു സംഭവം എനിക്ക് നെഗറ്റീവായി തോന്നി. വേറെ ഒരു സംഭവം ഒറ്റ സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രഭാസിന്റെ ഈ ഒരു ന്യൂജനായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണിക്കുന്ന ആ ഒരു സംഭവത്തിൽ പ്രഭാസിന്റെ ചില ഡയലോഗ്സ് ഒക്കെ ഇത്തിരി ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം സ്റ്റോറി ലൈൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കും മനസ്സ് നിറയുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഒരു സിനിമ കണ്ട് മനസ്സ് നിറയുക, ഒരു സിനിമ അത്രയ്ക്കും സാറ്റിസ്ഫാക്ഷൻ തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയായിട്ട് പറയാൻ തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ട ഫീൽ ചെയ്യാന്ന് എനിക്കറിയില്ല. ചില ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനോടൊക്കെ പുച്ഛമുള്ള, അല്ലെങ്കിൽ മഹാഭാരതം, രാമായണം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പുച്ഛം തോന്നുന്ന പല ആളുകളുണ്ടാവും. അവരൊന്നും ഇത് കാണാതിരിക്കാനേ നല്ലത്. അവർക്ക് താല്പര്യമില്ലാത്തൊരു ടോപ്പിക് ആണെങ്കിൽ അത് കാണാതിരിക്കാൻ നല്ലത്. പക്ഷേ അല്ലാത്ത പക്ഷം ഇതിനെ ഒരു ആർട്ടായിട്ട് കാണുകയാണെങ്കിൽ, ഈ ഒരു സിനിമയെ ഒരു കലയായിട്ടൊക്കെ കാണുകയാണ്, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഭക്തി ഉള്ളവർക്കായാലും വിശ്വാസമുള്ളവർക്കായാലും വിശ്വാസമില്ലാത്തവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും ഓരോ ആളുകളുടെയും പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് തന്നെയാണ്. മെയിൻ ആയിട്ട് പറയേണ്ടത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. അമിതാഭ് ബച്ചൻ ഒരു ലെവല് മനുഷ്യൻ. നമുക്കത് ശരിക്ക് റിയൽ ആയിട്ട് തോന്നിപ്പോകുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ സ്നീക്ക് പീക്ക് പോലെ ഒരു ചെറിയ പാർട്ട് കാണിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ. അതൊക്കെ എന്ത് നന്നായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ കുട്ടി സീൻസിൽ അഭിനയിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഹാറ്റ്സ് ഓഫ്. എന്താ വെച്ചാൽ ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ 1-2 മിനിറ്റ് ഒക്കെയാണ് ഓരോ ആളുകൾ അഭിനയിച്ചിരിക്കുന്നത്. അത് അവർ വന്ന് ചെയ്തു. ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, അത് വേറെ വിഷയം. അത്രയ്ക്കും ശ്രദ്ധിക്കപ്പെടുന്ന പടമാണ്. തിയേറ്ററിൽ ആദ്യം ഞാൻ നോക്കിയ സമയത്ത്, ബുക്കിങ്ങിന്റെ സമയത്തൊന്നും തിരക്കുണ്ടായിരുന്നില്ല. പോയി നോക്കിയപ്പോൾ അവിടെ ഡയറക്റ്റ് വന്നിട്ട് ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. കൂടുതലും പേര് ഇത് എൻജോയ് ചെയ്ത് കാണുന്ന ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പറ്റ ആൾക്കാർ മോഡേൺ മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു പരിഹാസ ബുദ്ധിയോടുകൂടി പറയുന്ന ആളുകളെ അവര് ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ടോപ്പിക്കുമായിട്ട് അങ്ങോട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇതൊന്നും ദഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ എന്ത് എന്നുള്ളൊരു രീതിയിലുള്ള സംഭവം, ഈ ഗ്രന്ഥങ്ങൾ, പുരാണങ്ങളെല്ലാം ദഹിക്കാത്ത ചില ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ പുറമേ ഉള്ള സംഭവങ്ങളൊക്കെ അവര് കണ്ണു അടച്ചങ്ങോട്ട് വിശ്വസിക്കും, എല്ലാം അങ്ങോട്ട് അംഗീകരിക്കുകയും ചെയ്യും. ഒരു സ്റ്റോറി പോകുന്ന ആ ഒരു പവർ വേറെ. മഹാഭാരതത്തിന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട്. മഹാഭാരതം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഹിന്ദിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതാണ് നല്ലപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള മഹാഭാരതം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണന്റെ ഒക്കെ പാർട്ടിൽ ഓരോ ആളുകളോട് സംസാരിക്കുന്ന രീതിയിലുള്ള സംഭവം, ആ സീരിയലിലെ സാധനം വരെ ഇപ്പോ എന്ത് വരുന്നുണ്ട്, ഫോർ യു പേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ പടം റിലീസ് ആയതാണ്. ഈ 2 ദിവസമായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണന്റെ, അതുപോലെ അർജുനന്റെ, അതുപോലെ ഈ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഡയലോഗ്സ്, കാര്യങ്ങൾ, വൈറലായിട്ടുള്ള ചില പാർട്സ് ഉണ്ട്. അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് റീസൺ കൽക്കിയാണ്. നല്ലൊരു വലിയ സിനിമയാണെങ്കിലും അതിൽ വളരെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു എൻവറോൺമെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇനി ഫ്യൂച്ചറിലുള്ള ലോകം എങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയും ആവാം എന്നുള്ളൊരു സംഭവം നമുക്ക് എടുത്തിട്ട് തരുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ശരിക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇനി പെർഫോമൻസ് ലെവൽ പറയുകയാണെങ്കിൽ പ്രഭാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ
ഒരു നോർമൽ ഈ ഹീറോയിസം കാട്ടി വരുന്ന ഒരു ആളെ പോലെയുള്ള സംഭവം. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഹസിക്കപ്പെടുന്ന സീക്വൻസ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ട്, ഫണ്ണി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം കാണിക്കുന്നത് അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്, പുരാണവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ പ്രഭാസിന്റെ ഒരു സ്വിച്ചിങ് ഉണ്ട്, ക്യാരക്ടർ സ്വിച്ചിങ്. അതെനിക്ക് ഇതുവരെ ഞാൻ പ്രഭാസിന്റെ ഒരു മൂവിയിലും അത് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ക്യാരക്ടർ സ്വിച്ച് എത്ര സില്ലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് എന്തിടിച്ചു പൊളിച്ചാലും ഒരു മാസായിട്ട് തോന്നാത്ത ഒരു ക്യാരക്ടറിൽ നിന്നും എക്സ്ട്രീം മാസായിട്ടുള്ള ഒരു സാധനത്തിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരുന്നുണ്ട് പ്രഭാസ്. അത് വളരെ അടിപൊളിയായിട്ട് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ പിന്നെ അഴിഞ്ഞാടുകയാണ്. അമിതാഭ് ബച്ചൻ തുടക്കം തൊട്ട് തന്നെ മാസീവായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൽ കുറെ VFX പാർട്ട് ഉണ്ടെങ്കിലും പുള്ളി നല്ല അടിപൊളിയായിട്ടാണ് അത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആവട്ടെ, എന്തായാലും ഒന്നും പറയാനില്ല. ഇതില് മെയിനായിട്ടും പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ട് കാണിക്കുന്ന സമയത്തുള്ള ആ ഒരു എഫക്ട്സ് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്. ഡയറക്ഷൻ, അതുപോലെ ഡയലോഗ് ഡെലിവറി, ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് അത്രയ്ക്കും നന്നായിട്ടാണ്. കണക്ട് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിലാണ് ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. മ്യൂസിക് ആയാലും ഓരോ സംഭവം വരുന്ന ആ ഒരു ന്യൂജനായിട്ടുള്ള ആ സാധനം കാണിക്കുകയാണെങ്കിലും, ഒരു യൂണിവേഴ്സിൽ നിന്നും വേറൊരു ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സംഭവം കാണിക്കുകയാണെങ്കിലും എല്ലാം അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്കൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? വെള്ളം പോലെ ശ്വസിക്കാനുള്ള വായു, ഇതൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമോ ശുദ്ധമായിട്ടുള്ള ശ്വാസമോ കിട്ടാത്തൊരവസ്ഥ, ആ ഒരു എൻവിറോൺമെന്റ് ആണ് കാണിക്കുന്നത്. അതൊക്കെ വളരെ നന്നായിട്ട് ഹോളിവുഡിലൊക്കെ അങ്ങനെ പല മൂവീസിലും അത് കാണിച്ചിട്ടുണ്ട്. ആ ലെവലിൽ തന്നെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ വേറെ കുറച്ച് എലമെന്റ്സ് ആഡ് ആയിട്ടുണ്ട്. അത് വളരെ ക്രിസ്പി ആയിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ശോഭന മാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇവരെല്ലാവരും എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ അഭിനയിച്ചു എന്നുള്ളതല്ല, ആ ഉള്ള സമയം വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട് ഓരോ ആളുകൾ. എന്തൊക്കെയായാലും അമിതാഭ് ബച്ചൻ സാറുടെ നിന്ന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഭാസിന്റെ ഒരു തിരിച്ചു വരവായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. മറ്റേ സലാറൊന്നും ഞാൻ പറഞ്ഞല്ലോ റിവ്യൂവിലും, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സലാറൊന്നും പ്രഭാസിന്റെ ഒരു തിരിച്ചു വരവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അത് വേറെ കുറെ പേർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇതില് നല്ലൊരു തിരിച്ചു വരവായിരുന്നു. പക്ഷെ എന്തായാലും സ്കോർ ചെയ്തത് നമ്മുടെ അമിതാഭ് ബച്ചൻ സാർ തന്നെയാണ്. അവസാനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇവരെയൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതെല്ലാം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ടതാണ്, കണ്ട് ആ ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും തിയേറ്ററിൽ പോയിട്ട് തന്നെ. 3Dയിലൊക്കെ എവിടെയോ റിലീസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 2Dയിലേ കാണാൻ പറ്റുള്ളൂ. തമിഴിലാണ് ഞാൻ കണ്ടത്, തെലുങ്കിലൊന്നും അല്ല, തമിഴ് ലാംഗ്വേജിലാണ് കണ്ടത്. അതാകുമ്പോൾ പിന്നെ ബെറ്ററാണ്, മനസ്സിലാവും മര്യാദയ്ക്ക്. അതുമല്ല ഹിസ്റ്റോറിക്കൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയാത്ത ലാംഗ്വേജിലൊക്കെ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തമിഴിലാണ് കണ്ടത്. അപ്പൊ കൽക്കി കണ്ടവരെല്ലാവരും അഭിപ്രായം അറിയിക്കുക കമന്റ് സെക്ഷനിലൂടെ. അടുത്ത വീഡിയോയിലൂടെ വേറൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.